ഹായ് ഫ്രണ്ട്സ്. മൊബൈൽ ഡാറ്റ പലപ്പോഴും നമുക്ക് സ്പീഡ് വളരെ കുറവായി തോന്നും. ചില സമയത്ത് വർക്ക് ചെയ്യാതിരിക്കും. ഈ സമയത്തൊക്കെ നമ്മളത് ഫുള്ളായി ഒരു വട്ടം റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ സെറ്റിങ്ങിലുള്ള കണക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് പ്രസ്സാക്കുക. അപ്പോൾ നമ്മളുടെ ഇവിടെ നിങ്ങൾ ഡബിൾ സിം ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് സിമ്മിലാണ് നെറ്റ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു സിമ്മേ ഉള്ളതുകൊണ്ട് ഒന്നേ കാണിക്കുന്നുള്ളൂ. ഐഡിയയുടെ സിം ആയതുകൊണ്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എഡിറ്റ് ആക്സസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഇത് ഒരു വട്ടം നമുക്ക് ഫുള്ളായി ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഡിലീറ്റ് APN എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫുള്ളായി ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്ക് കാണുകയില്ല. നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഫുള്ളായി കട്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഡേറ്റ ഓണാക്കാൻ അറിയാമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് അവർ ഉപയോഗിക്കേണ്ടാത്ത സമയത്താണെങ്കിൽ ഉപയോഗിക്കുകയില്ല. അപ്പോൾ ഇത് ഫുള്ള് നിങ്ങളുടെ APN സെറ്റിങ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ആക്സസ് പോയിൻറ്റ് നെയിംസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള 3 ഡോട്ടിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത അതേ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റീസെറ്റ് ടു ഡീഫോൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ റീസെറ്റ് APN സെറ്റിംഗ് നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അവിടെ റീസെറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഓപ്ഷൻ കണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ APN യു ഹാവ് ആഡഡ് വിൽ ബി റിമൂവ്ഡ് ആണ്. അതുകൊണ്ട് പുതിയ APNs നമ്മുടെ ഫോണിലേക്ക് ആഡായിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ റീസെറ്റിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഇച്ചിരി സമയമെടുക്കും. APN സെറ്റിംഗ് ടു റീസെറ്റ് ടു ഡീഫോൾട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായി നിങ്ങളുടെ നെറ്റ്വർക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫുൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു, വീണ്ടും ഫുൾ നെറ്റ്വർക്ക് പ്രൊവൈഡറിൽ നിന്നും വീണ്ടും പുതിയതായിട്ട് എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തു. അപ്പോൾ അത് ഫുള്ളായി റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടില്ല, ഇപ്പോഴാവും. ഒരു ഇച്ചിരി സമയമെടുക്കും. ഫുൾ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റാതാവുകയും ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായി നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു വട്ടം റീസെറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് സ്പീഡ് കൂടാനും എല്ലാം നല്ലതാണ്. അതുപോലെ മറ്റൊരു ഫുൾ റീസെറ്റ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായി വീണ്ടും നിങ്ങൾ LT നിങ്ങളുടെ ആ നെറ്റ്വർക്ക് മോഡിൽ അവിടെ ഏറ്റവും ഹൈയിലായിരിക്കും കിടക്കുന്ന LT 3G ആണെങ്കിൽ അത് താഴേക്കാക്കിയിട്ട് 3Gയിലേക്കാക്കിയിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് ഇട്ടാൽ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് റീസെറ്റ് ആക്കിയെടുക്കാം. ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ടെമ്പററി അധികം പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അവിടെ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ എയറോപ്ലെയിൻ മോഡ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഓണാക്കി ഓഫാക്കുന്നത് നെറ്റ്വർക്ക് സ്പീഡ് കൂടാൻ നല്ലതാണ്. ഒന്ന് റീസെറ്റായി കിട്ടും. വീണ്ടും ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യാൻ റീസെറ്റ് എന്നൊരു ഓപ്ഷനിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അതും ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിന് നിങ്ങൾ എബൌട്ട് ഫോണിൽ പോവുക. അവിടെ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ്സാക്കി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ഓൾ സെറ്റിംഗ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ് കൊടുക്കുക. അത് നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ സെറ്റിങ്ങും ഫോൺ മേടിച്ചപ്പോൾ ഉള്ള സെറ്റിങ്ങിലേക്ക് മാറും. അപ്പോൾ അത് റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെറ്റ് മോഡ് വന്നു. നിങ്ങൾക്ക് ഇങ്ങനെ അതേ റീസെറ്റിൽ പ്രസ് ചെയ്താൽ നെറ്റ്വർക്ക് സെറ്റിങ് എല്ലാം റീസെറ്റ് ചെയ്യാം. വീണ്ടും അത് ഫോണിൻ്റെ സെറ്റിങ്ങാണ്, ഫോണിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്ങാണ് എല്ലാം റീസെറ്റ് ആവുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്യുകയാണെങ്കിൽ വൈഫൈയും ചെയ്യാം. പക്ഷേ വൈഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
വൈഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് വീണ്ടും അടിച്ചു കൊടുക്കേണ്ടി വരും. പാസ്വേഡ് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പാസ്വേഡ് റീസെറ്റ് ഇവിടെ വൈഫൈയുടെ എടുത്താൽ പാസ്വേഡ് ഉൾപ്പെടെ പോകും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഫുള്ളായി നിങ്ങളുടെ ഫോണിലെ ഡാറ്റ സ്പീഡ് വളരെ കൂടാനും ഹാങ്ങിങ് എല്ലാം മാറാനും വളരെ നല്ലതാണ്. പിന്നെ ഫോൺ ഇടയ്ക്ക് റീസ്റ്റാർട്ടും ചെയ്യാം.